ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പ്രഗ്നൻസിയുടെ 37 വീക്കിൽ അപ്ഡേറ്റ് ആണ്. 37 വീക്കിൽ അമ്മയ്ക്ക് കുഞ്ഞിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ 37 വീക്കിൽ നമ്മുടെ കുഞ്ഞിന്റെ വെയിറ്റ് ഏകദേശം ഒരു 2.7 kg ഒക്കെ മുതൽ ഒരു 2.9 kg വരെ ആയിരിക്കും കുഞ്ഞിന്റെ ഹൈറ്റ് ഏകദേശം ഉണ്ടാവുക. അതുപോലെ തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് ഒരു 47 സെന്റിമീറ്റർ മുതൽ ഒരു 49 സെന്റിമീറ്റർ വരെ ആയിരിക്കും നമ്മുടെ കുഞ്ഞിന്റെ ഹൈറ്റ് ഏകദേശം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിന്റെ വളർച്ച കഴിഞ്ഞിട്ടുണ്ട്, 37 വീക്ക് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എപ്പോൾ ഡെലിവറി ആയാലും 37 വീക്കിനൊക്കെ മുന്നേ ഡെലിവറി ആവുകയാണെങ്കിൽ നമ്മൾ പ്രീ ടൈം ബേബി എന്നാണ് പറയാം. അപ്പൊ ഇനി നമ്മൾ അങ്ങനെ പ്രീ ടൈം ബേബി ഒന്നുമില്ല, നമ്മുടെ ബേബി ഫുൾ ടൈം ബേബി ആയിട്ട് തന്നെയാണ് നമുക്ക് എപ്പോൾ ഡെലിവറി ആയാലും വരിക. അതുപോലെ തന്നെ കുഞ്ഞിന് എല്ലാ വളർച്ചയും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. കുഞ്ഞ് പുറത്തേക്ക് വരാനിപ്പോ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ മുടിയൊക്കെ വളരുന്നുണ്ടായിരിക്കും, നല്ല കറുത്ത മുടിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ചിലർക്ക് അങ്ങനെ മുടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അതൊക്കെ തന്നെ ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും വരിക. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞിന്റെ ഹെഡും അതുപോലെ തന്നെ കുഞ്ഞിന്റെ ചെസ്റ്റ്, കുഞ്ഞിന്റെ തലയും കുഞ്ഞിന്റെ നെഞ്ചിന്റെ ഭാഗമൊക്കെ ഏകദേശം ഒരേ വലുപ്പമായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മുടെ കുഞ്ഞിന്റെ തല പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞിന്റെ ഈ ഷോൾഡറും ഈ നെഞ്ചിന്റെ ഭാഗവും പിന്നെയാണ് പുറത്തേക്ക് വരിക. അതുകൊണ്ട് തന്നെ ഏകദേശം അത് ഒരേ സൈസ് ആയിരിക്കും ഉണ്ടാവുക. കാരണം കുഞ്ഞ് എളുപ്പത്തിൽ ഡെലിവറി ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞിന്റെ തലയിലുള്ള എല്ലുകളൊക്കെ, നമ്മുടെ സ്കള്ള് ബോൺസ് ഒക്കെ എന്താ പറയാ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. കുഞ്ഞിന് ഈസി ആയിട്ട് നമുക്ക് ഡെലിവറി വെച്ചതിനെക്കൂടെ ഡെലിവറി നടന്നു വരാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ബോൺസ് ആയിരിക്കും. ഇപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബോൺസ് ഇപ്പൊ കൂടി ചേരില്ല. ഡെലിവറി കഴിഞ്ഞു 1.5 മാസത്തിലൊക്കെയാണ് നമ്മുടെ കുഞ്ഞിന്റെ ബോൺസ് തലയിലെ കൂടി ചേരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിപ്പോ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ കുഞ്ഞിന്റെ ഡെലിവറിക്ക് വേണ്ടി കുഞ്ഞിന്റെ ഹെഡിനെ ഫ്ലെക്സിബിൾ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ ഇപ്പൊ നിങ്ങൾ ചെക്കപ്പിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് നിങ്ങളുടെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ച് തരുന്നുണ്ടാവും. അതുപോലെ തന്നെ കേൾപ്പിച്ച് തരും. പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ഹെഡ് എവിടെയാണ്, കുഞ്ഞ് ഏത് പൊസിഷനാണ് കിടക്കുന്നത് എന്നൊക്കെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ചിലർക്ക് ഈ സമയത്ത് PV ഒക്കെ ചെയ്യും. നമ്മുടെ ഉള്ളിലേക്ക് കൈയിട്ട് പരിശോധിക്കുന്ന PV ഒക്കെ ചെയ്യും. ചിലർക്ക് PV ഒക്കെ ചെയ്യുന്നത് ഡെലിവറിക്ക് ആയിരിക്കും. അതുവരെ PV ഒന്നും ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് PV എന്താണെന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ അതിന്റെ വീഡിയോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നിങ്ങൾ പോയി കാണാം. ചിലർക്ക് ഈ സമയത്ത് അതൊക്കെ ചെയ്ത് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കും. ചില ഡോക്ടേഴ്സ് അങ്ങനെയൊന്നും ചെയ്യില്ല, ഡെലിവറിക്ക് അഡ്മിറ്റ് ആയിട്ട് PV ഒക്കെ ചെയ്യുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് കുഞ്ഞിന് ഈ സമയത്ത് 37 വീക്കിൽ കുഞ്ഞിന് വരുന്ന കാര്യങ്ങൾ. കുഞ്ഞിന്റെ വെയിറ്റ് കൂടുന്ന സമയമാണ് ഇതെല്ലാതും. അപ്പൊ ഇപ്പോഴൊക്കെ കുഞ്ഞിന്റെ വെയിറ്റ് ഇങ്ങനെ 100 gram ഒക്കെ വെച്ച് ഒരാഴ്ചയിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഫാറ്റ് ഒക്കെ കണ്ടന്റ് അടങ്ങിയ ഫുഡ് നമ്മൾ ധാരാളം കഴിക്കാനായിട്ട് നോക്കുക. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്നതിനനുസരിച്ച് കുഞ്ഞിന്റെ വെയിറ്റും കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അമ്മയ്ക്ക് 37 വീക്കിൽ എന്ന് പറഞ്ഞാൽ അമ്മയുടെ വയറൊക്കെ ഒരുപാട് വലുതായിട്ടുണ്ടായിരിക്കും, ഡെലിവറിക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ വയറ് വലുതായതിന്റെ എല്ലാ ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടായിരിക്കും. ഇപ്പോഴല്ല, ഇതിനു മുൻപേ നമ്മുടെ വയറ് എത്രത്തോളം വലുതാണ് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി അതൊക്കെ ഈ സമയത്ത് വരുന്നതാണ്. പിന്നെ ഡെലിവറി അടുക്കുന്നതിന്റെ ചില സിംറ്റംസ് ഒക്കെ ഉണ്ട്. ഡെലിവറി അടുക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവാന്നൊക്കെ. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ വേറെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആവശ്യമുള്ളവർ അത് പോയി കാണാം. എല്ലാം കൂടി ഞാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഡെലിവറി അടുക്കുന്നതിന്റെ സിംറ്റംസ് ഉണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ അത് പോയി കാണുക. അപ്പൊ അങ്ങനെ 1-2 സിംറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡെലിവറി അടുക്കാറായി എന്നൊക്കെ. ചിലർക്ക് മറ്റേ മ്യൂക്കസ് പ്ലഗിന്റെ ഡിസ്ചാർജ് ഉണ്ടാവും. അതുപോലെ തന്നെ ചിലർക്ക് ലൂസ് മോഷൻ ഒക്കെ വരും ഈ ഡെലിവറി അടുക്കുന്ന സമയത്ത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ കാണുക. അതുപോലെ തന്നെ ഈ സമയത്ത് 37 വീക്ക് ആയപ്പോൾ നിങ്ങൾ എല്ലാവരും ഡെലിവറി ബാഗ് ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ടാവും എനിക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കണം. കാരണം പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ പിന്നെ എല്ലാ സാധനങ്ങളും എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കാനായിട്ട് നോക്കുക. കുഞ്ഞിന് വേണ്ട സാധനങ്ങൾ ഒരുപാട് വാങ്ങിച്ചു വെക്കണ്ട. കാരണം അത് നമുക്ക് പിന്നെ ആയാലും ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈ ഹോസ്പിറ്റലിന്റെ അടുത്തൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ വാങ്ങിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് നോക്കുക. അപ്പൊ ഇതൊക്കെ റെഡിയാക്കി വെക്കുക. പിന്നെ നിങ്ങളുടെ എല്ലാ രേഖകൾ, നിങ്ങളുടെ എല്ലാ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന്റെ പേപ്പറുകൾ, നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ടുകൾ എല്ലാതും നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കി. പിന്നെ നിങ്ങളുടെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് നോക്കുക. കുഞ്ഞിനെ നമ്മൾ പേര് എഴുതുമ്പോൾ നമ്മുടെ ആധാർ കാർഡ് ഒക്കെ വേണം തോന്നുന്നു. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം നിങ്ങൾ എടുത്തു വെക്കാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് ചിലർക്ക് സിസേറിയൻ ആയിരിക്കാം, ചിലർക്ക് നോർമൽ ഡെലിവറി ആയിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ബോഡിയുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും ഉണ്ടാവാം. അപ്പോൾ സിസേറിയൻ ആണെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ടതിന് പെട്ടെന്ന് നോർമൽ ഡെലിവറിക്ക് വേണ്ടി കുറേ സമയം ട്രൈ ചെയ്തു, എന്നിട്ട് നോർമൽ ആയില്ല, സിസേറിയൻ ആയി എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. നമ്മുടെ ബോഡിക്ക് നോർമൽ ഡെലിവറി പറ്റുന്നുണ്ടാവില്ല. പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സിസേറിയൻ പറയാം ഡോക്ടേഴ്സ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മുൻപ് സിസേറിയൻ ചെയ്തവരാണെങ്കിൽ ഡോക്ടേഴ്സ് എന്തായാലും സിസേറിയൻ ചെയ്യാമെന്നാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക.
അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് അങ്ങനെ മുമ്പത്തെ ഫസ്റ്റത്തെ ഡെലിവറിയാണ് സിസേറിയൻ വേണ്ട, നോർമൽ ഡെലിവറി വേണം. പക്ഷെ നമ്മുടെ കുഞ്ഞിന് എന്താ പറയാ, കുഞ്ഞിന് എന്തെങ്കിലും കുഞ്ഞിന്റെ പൊസിഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബ്രീച്ച് പ്രസന്റേഷനോ അല്ലെങ്കിൽ എന്താ പറയാ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെ പൊക്കിൾ കൂടി കഴുത്തി ചുറ്റുക, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കുറയുക, അതൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന എമർജൻസി കണ്ടീഷൻ ആണ്. അതുപോലെ കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്യുക. അപ്പൊ കുഞ്ഞ് മെക്കോണിയം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ ഫസ്റ്റ് മോഷൻ ആണ്. അപ്പൊ ഈ കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്തിട്ട് അത് തന്നെ കുഞ്ഞിന്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലൊക്കെ കലർന്ന് അതിൽ കൂടെ കുഞ്ഞ് വിഴുങ്ങി കുഞ്ഞിന്റെ മൂക്കിലും കണ്ണിലൊക്കെ പോയിട്ട് ലങ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് ഭയങ്കര അപകടമാണ് അതൊക്കെ. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സിസേറിയൻ പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ് ഇതൊക്കെ. പ്ലാസിന്റെ പ്രീവിയ, അതുപോലെ തന്നെ പ്ലാസിന്റെ വിട്ടു പോരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്ലാസിന്റെ പ്രീവിയ ഞാൻ മുൻപ് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലാസിന്റെ താഴെയാവുന്ന കണ്ടീഷനാണ് സെർവിക്സിന്റെ ഭാഗത്താവുമ്പോൾ. അതുപോലെ തന്നെ പ്ലാസിന്റെ ആദ്യം കുഞ്ഞ് ഡെലിവറിക്ക് മുന്നേ പ്ലാസിന്റെ വിട്ടുപോരുക, അല്ലെങ്കിൽ കുഞ്ഞിന്റെ കഴുത്തിന് പൊക്കിൾ കൂടി ചുറ്റുക, ഇങ്ങനെയുള്ള കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നോർമൽ ഡെലിവറി ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ പെട്ടെന്ന് സിസേറിയൻ പറയും. അപ്പൊ നിങ്ങൾ അതൊന്നും കേട്ട ആ സമയത്ത് ടെൻഷൻ അടിക്കേണ്ടത്. നിങ്ങൾ സിസേറിയനും നോർമൽ ഡെലിവറിക്കും വേണ്ടി റെഡി ആയിട്ട് പോവുക. കാരണം എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ആരോഗ്യത്തോടെ നമ്മളും നമ്മുടെ കുഞ്ഞും ആരോഗ്യത്തോടെ തിരിച്ചു വരണം എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പോവാം. പിന്നെ എന്തായാലും നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കാനൊന്നും ഇരിക്കേണ്ട. അത് അയ്യോ ഇനി സിസേറിയൻ ആണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് പ്രഷർ കൂട്ടി ഇല്ലാത്ത അസുഖങ്ങളൊന്നും വരുത്തണ്ട. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സമാധാനമായിട്ട് പോവാം. അപ്പൊ നിങ്ങൾ അതിനെല്ലാതും റെഡി ആയിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഇതൊക്കെയാണ് 37 വീക്കിലെ കാര്യങ്ങൾ. അപ്പൊ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല, കാരണം ഇപ്പൊ ഡെലിവറിക്ക് ഏറ്റവും അടുത്ത സമയമാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പിന്നെ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂക്കസ് പ്ലഗ് റിലീസ് ആവുക, അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി അടുക്കുന്നതിന്റെ സിംറ്റംസ് ഒക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ പോയി കാണാം. അപ്പൊ അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഡെലിവറിക്ക് നോർമൽ ഡെലിവറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഡെലിവറി ആവാനൊക്കെ. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.